ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിയും. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ കഥകളാണ്, അഥവാ പ്രഥമസ്കന്ധമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സൂതശൗനക സംവാദ രൂപത്തിൽ നൈമിഷാരണ്യത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. നൈമിഷാരണ്യത്തിൽ ശൗനകാദി മഹർഷിമാർ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം നടത്തുന്നു. ആ സത്രശാലയിലേക്ക് പുരാണകഥകളും അതുപോലെ ശാസ്ത്രങ്ങളൊക്കെ നന്നായി അറിയാവുന്നതായിട്ടുള്ള സൂതൻ വരുന്നു. സൂതന്മാർക്ക് 2 ജോലികളാണ് പൊതുവെ പണ്ട് പറഞ്ഞിരുന്നത്. ഒന്ന്, സൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേര് തെളിക്കുന്നവരാണ്. തേര് തെളിക്കാൻ വളരെ സാമർഥ്യമുള്ളവരാണ് സൂതന്മാർ. രണ്ടാമത്, അവർ കഥകൾ പറയാൻ കുശലന്മാരായിട്ടുള്ളവരാണ്. വളരെ നന്നായി ചമത്കാരത്തോടുകൂടി ചതുരതയോടുകൂടി കഥകളെ പറയാനും അനുവാചകരിൽ വളരെ സംതൃപ്തി ഉണ്ടാക്കാനും കഴിയുന്നവരാണ് സൂതന്മാർ. അപ്പോൾ ഇവിടെ കഥ പറയുന്നതിൽ മിടുക്കനായിട്ടുള്ള, വളരെ അറിവുള്ളവനായിട്ടുള്ള സൂതൻ വന്ന സമയത്ത് ശൗനകാദി മഹർഷിമാർ അദ്ദേഹത്തെ വളരെയധികം ആദരിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പല സംശയങ്ങളും ചോദിക്കുന്നതായിട്ടുള്ള രംഗമാണ് നമ്മൾ ആദ്യം കണ്ടത്. അതിലൊരു ചോദ്യമായിരുന്നു, ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധത്തെ മഹാൻ മായാമോഹനിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളോടുകൂടി വിവേകം എങ്ങനെയാണ് വർദ്ധിക്കുക? കാരണം ആ വിവേകത്താലാണല്ലോ വൈഷ്ണവരായ ആളുകൾ, വൈഷ്ണവർ എന്നതിനർത്ഥം വിഷ്ണു ഭഗവാനിൽ ഭക്തിയുള്ളവർ, അതായത് ഈശ്വരഭക്തി എന്നർത്ഥം. ഇത് വൈഷ്ണവമായിട്ടുള്ളൊരു പുരാണമായതുകൊണ്ട് വിഷ്ണു ഭഗവാന് പ്രാധാന്യം കൊടുത്തു പറയുന്നു എന്ന് മാത്രമാണ്. ഈശ്വരഭക്തി ഉള്ള ആളുകൾ, ഈശ്വരഭക്തിയുള്ള ആളുകൾ ആ വിവേകത്താലാണല്ലോ മായാമോഹത്തെ നിരസിക്കുന്നത്, ഇല്ലാതെയാക്കി ഈ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ചോദ്യം തന്നെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്, വളരെ സവിശേഷതകളുള്ള ഒരു ചോദ്യമാണ്. എല്ലാ കാലത്തും മനുഷ്യന് ജീവിതത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് വിവേകം എന്ന് പറയുന്നത്, തിരിച്ചറിവ്. യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസമെല്ലാം തിരിച്ചറിവിന് വേണ്ടിയാണ് നാം നേടുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കേണ്ടത് വിവേകമാണ്, അല്ലെങ്കിൽ തിരിച്ചറിവാണ്. വിവേകത്തെ നമുക്ക് തിരിച്ചറിവെന്ന് പറയാം. നല്ലതിനെയും ചീത്തതിനെയും, വേണ്ടതിനെയും വേണ്ടാത്തതിനെയും, തൻ്റെ കർത്തവ്യത്തെയും അകർത്തവ്യത്തെയും, അതായത് താൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയും ചെയ്യരുതാത്ത കാര്യങ്ങളെയും തിരിച്ചറിയുക എന്നുള്ളതിനെ നമുക്ക് സാമാന്യമായിട്ട് വിവേകമെന്ന് പറയാം.
ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ മുഖ്യമായ ഒരു ഘടകമാണ് ഈ വിവേകം അല്ലെങ്കിൽ തിരിച്ചറിവ്. തൻ്റെ ജീവിതത്തിൽ താൻ കൂടെ ചേർക്കേണ്ട സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണ്, താൻ ഒരിക്കലും കൂടെ ചേർക്കാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ താൻ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ശീലങ്ങൾ അല്ലെങ്കിൽ ദുശ്ശീലങ്ങൾ അതെന്തെല്ലാമാണ്, അതിനെയും നമുക്ക് തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ ശാസ്ത്രത്തിൽ രണ്ട് കാര്യങ്ങളും പറയാറുണ്ട്. ധർമ്മത്തെയും അധർമ്മത്തെയും നമ്മുടെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തിനാണ് ധർമ്മത്തെയും അധർമ്മത്തെയും പ്രതിപാദിച്ചത്? ധർമ്മം മാത്രം പോരെ എന്നാണെങ്കിൽ അത് പോരാ എന്നുള്ളത് ആചാര്യന്മാർക്കറിയാം, ഋഷിമാർക്കറിയാം. ധർമ്മത്തെ പ്രതിപാദിച്ചത് ധർമ്മം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതിനാണെങ്കിൽ, അധർമ്മത്തെ പ്രതിപാദിച്ചത് അധർമ്മം ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം അത് നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ട് അത് ത്യജിക്കേണ്ടതാണ്, അത് ഒഴിവാക്കേണ്ടതാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറയാൻ വേണ്ടി, മനസ്സിലാക്കിക്കാൻ വേണ്ടി അധർമ്മത്തെയും പറഞ്ഞു. അപ്പോൾ വേണ്ടതിനെയും വേണ്ടാത്തതിനെയും തിരിച്ചറിയുന്നതായിട്ടുള്ള വിവേകം, ഇത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഒപ്പം ഭക്തിജ്ഞാനങ്ങളും. ജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ്, സാമാന്യമായിട്ടുള്ള അറിവ്. ഏത് കാര്യങ്ങളെക്കുറിച്ചും സാമാന്യമായിട്ടുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. ഈ അറിവില്ലാതെയാകുമ്പോഴാണ് മനുഷ്യൻ അന്ധമായി പലതിൻ്റെയും പിന്നാലെ പോകുന്നതും അധപ്പതിക്കുന്നതും. ആ ജ്ഞാനം നമുക്ക് അനിവാര്യമാണ്. ഇവിടെ മോക്ഷത്തിനുപകരിക്കുന്ന ജ്ഞാനത്തെ അല്ല പറയുന്നത്. സാമാന്യമായിട്ടുള്ള ജ്ഞാനം, ഏത് കാര്യത്തിലും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ജ്ഞാനം നമുക്ക് അനിവാര്യമാണ്. ഒപ്പം ഈശ്വരഭക്തി. ഈശ്വരഭക്തിയുടെ മഹിമകൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളോടുകൂടി, വൈരാഗ്യത്തെയും ഇന്നലെ പറഞ്ഞു, ലോകവിഷയങ്ങളിൽ അമിതമായി ആസക്തി ഇല്ലാതിരിക്കുക, ഭ്രാന്തെടുത്തതുപോലെ ലോകവിഷയങ്ങളുടെ പിന്നാലെ ഓടാതിരിക്കുക. കാരണം അങ്ങനെ പോകുമ്പോഴാണ് തൻ്റെ വിവേകം നശിക്കുന്നതും പല അധർമ്മങ്ങളും അന്യായങ്ങളും മനുഷ്യൻ വീണ്ടു വിചാരമില്ലാതെ ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് ആസക്തി എന്നുള്ളത്. അടക്കാൻ കഴിയാത്തതായിട്ടുള്ള അഭിനിവേശം ഒരു വിഷയത്തോട് തോന്നിക്കഴിഞ്ഞാൽ അതിനു വേണ്ടി, അല്ലെങ്കിൽ അതിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള അധർമ്മങ്ങളും അന്യായങ്ങളും ചെയ്യാൻ ആ വിഷയത്തിൽ തൽപരനായിട്ടുള്ള വ്യക്തി തയ്യാറാകുന്നു. അത് പലപ്പോഴും നമുക്ക് അനർത്ഥത്തെയും ഉണ്ടാക്കാറുണ്ട്. നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും അനർത്ഥത്തെ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് വൈരാഗ്യം എന്നുള്ളതും നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞു. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളോടുകൂടി വിവേകത്തെ എങ്ങനെയാണ് വളർത്തുക? ഈ വിവേകമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇരുട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് കയ്യിൽ ഒരു ടോർച്ചുണ്ട് എങ്കിൽ ആ വഴിയിലുള്ള കാഠിന്യതകൾ അദ്ദേഹത്തെ ബാധിക്കാതെ, അദ്ദേഹത്തിന് വഴിതെറ്റാതെ ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്ക് വഴിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ട്. ആ വഴിയിലൂടെ ഇരുട്ടിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ വഴി തെറ്റാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ വഴിയിൽ ഏതെങ്കിലും ക്ഷുദ്രജീവികൾ, പാമ്പോ തേളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കയറി ചവിട്ടാനും അത് കടിക്കാനും സാധ്യതയുണ്ട്. ആ വഴിയിൽ വല്ല കുഴിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് വീണ് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. വല്ല കല്ലോ മറ്റോ ഉണ്ടെങ്കിൽ അത് തടഞ്ഞു വീഴാനോ അല്ലെങ്കിൽ അത് കാലിൽ തട്ടി മുറിവോ മറ്റോ പറ്റി ദുഃഖമുണ്ടാകാനോ സാധ്യതയുണ്ട്. ഇങ്ങനെ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരു ടോർച്ചുണ്ട് എങ്കിൽ, ഒരു വിളക്കുണ്ട് എങ്കിൽ, ആ വഴി കൃത്യമായിട്ട് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. വഴിയിലുള്ള കുഴിയും കല്ലും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കും. അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. എപ്രകാരമാണോ ഇരുട്ട് നിറഞ്ഞ ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ രാത്രി ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നത് പോലെയാണ്
ഈ ജീവിതത്തിലൂടെ നമ്മുടെ യാത്രയും. കാരണം മുൻപിൽ എന്താണ്, ഭാവിയിൽ അല്ലെങ്കിൽ നാളെ തൻ്റെ മുമ്പിൽ എന്താണ് വരുന്നത് എന്ന് കാണാൻ നമുക്ക് കഴിയുന്നില്ല. സാമാന്യമായിട്ട് മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. ഈ ജീവിതയാത്രയിൽ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ് മൂടിക്കിടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇരുട്ടുപോലെയാണ്. വഴിയുടെ അങ്ങേ അറ്റം വരെ നമുക്ക് കാണാൻ സാധിക്കാത്തതുപോലെ, അല്ലെങ്കിൽ വഴിയെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കാത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും വരുന്ന ഓരോ അനുഭവങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ ഈ ജീവിതം ഏത് തരത്തിലുള്ളതാണെന്നോ നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കുന്നില്ല. വന്ന് അനുഭവങ്ങൾ ഓരോന്ന് അനുഭവിക്കുമ്പോഴാണ് ഒന്നുകിൽ ചിരിക്കുകയോ അല്ലെങ്കിൽ കരയുകയോ അല്ലെങ്കിൽ സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇരുട്ടുപോലെയുള്ളതായ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ആപത്തുകളും മറ്റും പറ്റാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാകേണ്ടതായിട്ടുള്ള ദീപം, വെളിച്ചം അല്ലെങ്കിൽ ടോർച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ വിവേകം മാത്രമാണ്. ഈ തിരിച്ചറിവിനെ നമ്മൾ പ്രത്യക്ഷ അനുമാനാദി പ്രമാണങ്ങളിലൂടെ നമ്മൾ ഈ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്ന് മാത്രമേ സാധ്യതയുള്ളൂ. അതിനാണ് ഇവിടെ വിവേകം എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമായിട്ട് പറഞ്ഞത്. ഒപ്പം ഈ ലോകത്തുള്ള മായാമോഹ നിരാസങ്ങൾ, ഈ ലോകത്ത് വന്നു കഴിഞ്ഞാൽ ലോകമെന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഉത്സവ പറമ്പ് പോലെയാണ്. ഇവിടെ എല്ലാം ഉണ്ടാകും. ഒരു ഉത്സവ പറമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആ ക്ഷേത്രമുണ്ടാകും, ക്ഷേത്രത്തിൽ ആരാധന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഒരു വശത്തുണ്ടാകും, ആഘോഷങ്ങൾ 4 ഭാഗത്തുണ്ടാകും. അപ്പുറത്ത് വേറൊരു വശത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീട്ടുകളി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി അതെല്ലാം അവിടെ ഉണ്ടാവും. അവിടെ ആരാധനയ്ക്കുള്ളതായിട്ടുള്ള, നമുക്ക് പോയി പ്രാർത്ഥിക്കാനും വഴിപാട് നടത്താനും ഒക്കെയുള്ള സ്ഥലം അവിടെയുണ്ട്. ഇപ്പുറത്ത് ആഘോഷങ്ങൾക്കുള്ള കാവടിയാട്ടമാകട്ടെ, ചെണ്ടമേളമാകട്ടെ, അതുപോലെ മറ്റു കലാപരിപാടികളാകട്ടെ, അതവിടെ ഉണ്ടാവും. ധാരാളം കച്ചവട സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളും വേറൊരു വശത്തുണ്ടാകാം. നമ്മുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതും ആഹ്ലാദിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകാം. ഇനി ഇപ്പുറത്ത് ചിലപ്പോൾ മദ്യം കിട്ടുന്ന സ്ഥലമുണ്ടാകാം. അതുപോലെ ഈ പല കളികളും മറ്റുമൊക്കെ ഉണ്ടല്ലോ, പണം വെച്ച് കളിക്കുന്ന ചീട്ടുകളിയും അതുപോലെയുള്ള മറ്റു കളികളും ഒക്കെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടാകാം. അടിപിടി നടക്കുന്ന സ്ഥലങ്ങളുണ്ടാകാം. ഇങ്ങനെ വലിയ ഒരു മേള പോലെയാണ് ഈ ലോകം. ഈ ലോകത്തിലും ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. നമുക്ക് ജീവിതത്തിൽ നല്ല വഴി തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ജീവിതം ഓരോ ദിവസവും കയ്യിൽ കിട്ടുന്നത് കൊണ്ട് ആഘോഷമായി ആർത്തുല്ലസിച്ച് നടക്കാനുള്ള സാധ്യത നമുക്കുണ്ട്. അതല്ല, നമുക്ക് കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് മദ്യപിച്ച് മതോന്മത്തരായിട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നതിനായിട്ടുള്ള, നമ്മുടെ സമ്പത്ത് നശിപ്പിക്കാനുള്ളതായിട്ടുള്ള മാർഗങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ പുറത്തോ നമുക്ക് വഴക്കു കൂടിയിട്ടോ പരസ്പരം തമ്മിൽ തല്ലിയിട്ടോ ബഹളം വെച്ചിട്ടോ നടക്കാനുള്ളതായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും ഈ ലോക ജീവിതം എന്നുള്ളത് ഒരു മഹാമേള പോലെയാണ്, വലിയ ഒരു ഉത്സവം പോലെയാണ്. ഈ ഉത്സവത്തിൽ അല്ലെങ്കിൽ ജീവിതമാകുന്ന ഈ ഉത്സവപ്പറമ്പിൽ തൻ്റെ ജീവിതം വഴിതെറ്റാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ മായാമോഹത്തെ നിരാസം ചെയ്ത്, മായാമോഹത്തെ ഒഴിവാക്കി മനുഷ്യരെങ്ങനെയാണ് നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ചോദ്യം. കാരണം ഈ ലോക ജീവിതത്തിൽ വഴിതെറ്റാനാണ് സാധ്യത കൂടുതൽ. നല്ല രീതിയിൽ ജീവിക്കാൻ പ്രയാസമാണ്. വഴിതെറ്റാൻ വലിയ പ്രയാസമൊന്നുമില്ല. തെറ്റായ മാർഗത്തിൽ പോവുക എന്നുള്ളതിന് യാതൊരു പ്രയാസവുമില്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് പ്രയാസം കൂടുതൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ മായാമോഹത്തെ നിരാസം ചെയ്ത് ഭക്തിയുള്ളവരായിട്ടുള്ള ആളുകൾ, അപ്പം അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ ഈശ്വരഭക്തി എന്നുള്ളത് വളരെ അനിവാര്യമാണ് എന്നുകൂടി അവിടെ ആ ശൗനകാദി മഹർഷിമാർ സൂചിപ്പിക്കുകയാണ്. കാരണം തെറ്റായ വഴിയിലേക്ക് നാം സഞ്ചരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരഭക്തി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഭക്തിയുടെ കാര്യത്തെ പറഞ്ഞതാണ്. ഇനിയും വരുന്ന ഭാഗങ്ങളിൽ അതിനെക്കുറിച്ചിട്ട് പറയും.
അപ്പോൾ അതെങ്ങനെ സാധിക്കും എന്നുള്ളതായിട്ടുള്ള ചോദ്യം ഇന്നലെ ചോദിച്ചതിന് മറുപടി പറഞ്ഞു തുടങ്ങിയതാണ്. അതിൻ്റെ ഭാഗമായി ധർമാർത്ഥ കാമ മോക്ഷങ്ങളെക്കുറിച്ച് ഇന്നലെ പറയുകയുണ്ടായി. മോക്ഷം എന്നുള്ളത് ജീവൻ ആത്യന്തികമായി ശുദ്ധി നേടി തൻ്റെ ആത്മസംതൃപ്തി നേടിയെടുക്കുന്നതിനെയാണ് മോക്ഷമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആത്യന്തികമായ ദുഃഖനിവൃത്തിയാണ് മോക്ഷം. താൻ ആരാണെന്ന് തിരിച്ചറിയുന്നത്, ഈ ലോക ജീവിതത്തിലേക്ക് വന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കി താൻ ആ യഥാർത്ഥത്തിലുള്ള സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അജ്ഞാനം നശിപ്പിച്ച് സ്വതന്ത്രനായി തീരുന്നതിനെയാണ് മോക്ഷമെന്ന് പറയുന്നത്. ആ മോക്ഷപ്രാപ്തി നേടണമെന്നുണ്ടെങ്കിൽ, അതായത് തൻ്റെ ജീവിത ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ ധർമ്മം എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഘടകമാണ് എന്ന് പറഞ്ഞു. അതിനാണ് ആദ്യത്തെ പുരുഷാർത്ഥമായിട്ട് ധർമ്മത്തെ വെച്ചത്. ജീവിക്കാൻ സമ്പത്ത് ആവശ്യമാണ്, അതുകൊണ്ട് അർത്ഥമെന്നുള്ള പുരുഷാർത്ഥത്തെ രണ്ടാമത് വെച്ചു. കാരണം സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധർമ്മം ചെയ്യാൻ സാധിക്കൂ. ശരീരം നിലനിൽക്കണം, ശരീരം കൊണ്ട് മാത്രമേ നമുക്ക് ധർമ്മം ആചരിക്കാൻ പറ്റൂ. അതിന് അർത്ഥം അല്ലെങ്കിൽ സമ്പത്ത് ആവശ്യമാണ്. ആ സമ്പത്ത് ധാർമ്മികമായിട്ട് സമ്പാദിക്കുക എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ജീവിതത്തിൽ കാമം, ആഗ്രഹങ്ങൾ ആവശ്യമാണ്. ആഗ്രഹങ്ങളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. ആ ആഗ്രഹങ്ങളും നമുക്ക് വേണ്ടതാണ്. എന്നാൽ ആഗ്രഹം എന്നുള്ളത് കേവലം തൻ്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, ധർമ്മത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം തൻ്റെ കാമത്തെ താൻ സ്വീകരിക്കേണ്ടത് എന്നും പറഞ്ഞു. കാരണം ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ പോകുന്ന സമയത്ത് ഇത് ധർമ്മത്തിന് നിരക്കുന്നതാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി അനിവാര്യമാണ്. കാരണം അല്ലെങ്കിൽ മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ ആയിത്തീരും. കേവലം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്നതായിട്ടുള്ള ഒരനുഭവം വന്നു കഴിഞ്ഞാൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ലാതെയായിത്തീരും. അപ്പോൾ അതുകൊണ്ടാണ് ആഗ്രഹങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാവുന്നതാണ്, പക്ഷേ ധർമ്മത്തിന് നിരക്കുന്നതാണോ എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നുകൂടി പറഞ്ഞു. അങ്ങനെ അവിടെ പറയുന്നു, ഈ പരമതത്വത്തെ അറിയലാണ് ജീവൻ്റെ പരമലക്ഷ്യം എന്ന് ഇന്നലെ സൂചിപ്പിച്ചു. അല്ലാതെ എത്ര കാലം നമ്മൾ ഈ കർമ്മങ്ങൾ ആചരിച്ചാലും അതുകൊണ്ട് ജീവൻ ഒരിക്കലും കൃതാർത്ഥത എന്നുള്ളത് അനുഭവപ്പെടാൻ പോകുന്നില്ല, ഒരു സംതൃപ്തി കിട്ടാൻ പോകുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുള്ളതാണ്, ജീവിതത്തിൽ ജനിച്ച അന്ന് മുതൽ അല്ലെങ്കിൽ നമുക്ക് ബോധം വെച്ച അന്ന് മുതൽ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ഏത് പ്രവർത്തികളാണെങ്കിലും നമ്മുടെ ജീവിതം സന്തോഷമായി തീരണം, സുഖമായി തീരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന ആയുസ് 60, 70, 80 എത്രയോ വർഷം നമ്മൾ ജീവിച്ച് ആ വർഷത്തിലിടയ്ക്ക് നമുക്ക് എത്രയോ കർമ്മങ്ങൾ, ആയിരക്കണക്കിന് പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു സംതൃപ്തി മാത്രം നമുക്ക് ജീവിതത്തിൽ കിട്ടാറില്ല. പലപ്പോഴും ജീവിത സായാഹ്നങ്ങളിൽ പലരെയും നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാലം ജീവിച്ചിട്ടും ജീവിതം സുഖമാണോ, സംതൃപ്തമാണോ, ജീവിതത്തിൽ കൃതകൃത്യത, അതായത് ഈ ജീവിതം കൊണ്ട് താൻ നേടേണ്ട കാര്യങ്ങളൊക്കെ നേടി, ഇനി എനിക്ക് ഒന്നിനും ആഗ്രഹമില്ല, വളരെ സന്തോഷമാണ് ഈ ജീവിതം കൊണ്ട് എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ജീവിതം വേണ്ട രീതിയിലല്ല ജീവിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഈ ഈശ്വര തത്വത്തെ അല്ലെങ്കിൽ ആത്മതത്വത്തെ മനസ്സിലാക്കുക കൂടി നാം ചെയ്യുമ്പോഴാണ് തൻ്റെ ജീവിതം കൃതാർത്ഥമായി തീരുന്നത്. താൻ ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് തത്വത്തെ അറിയലാണ് ജീവൻ്റെ പരമലക്ഷ്യം. അതറിയാതെ എത്ര കാലം കർമ്മം ചെയ്താലും അതുകൊണ്ട് ജീവൻ ഒരിക്കലും ഒരു പൂർണ്ണ സംതൃപ്തി എന്ന് കിട്ടുന്നില്ല. താൽക്കാലിക സംതൃപ്തി നമുക്കൊക്കെ കിട്ടാറുണ്ട്. ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യത്തിൽ പങ്കെടുത്തു, ഒരു പിറന്നാൾ സദ്യ ഉണ്ടു, സന്തോഷമുണ്ട്. തനിക്ക് പ്രിയപ്പെട്ട ആളുകളെ, വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ കണ്ടു, ഒരു സന്തോഷമുണ്ട്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചു, സന്തോഷമുണ്ട്. ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് നാം പോയി, വളരെ സന്തോഷം മനസ്സിന് തോന്നാറുണ്ട്. പക്ഷേ ഈ സന്തോഷങ്ങളൊക്കെ താൽക്കാലികമാണ്.
കുറച്ചു കഴിഞ്ഞാൽ ആ സന്തോഷം നഷ്ടപ്പെടുന്നു, വേറൊരനുഭവത്തിൽ വീണ്ടും ദുഃഖമുണ്ടാകുന്നു. എന്നാൽ എപ്പോഴാണോ ആത്മതത്വത്തെ അറിയുന്നത്, അപ്പോൾ മാത്രമാണ് പൂർണ്ണമായിട്ടുള്ളൊരു തൃപ്തി അല്ലെങ്കിൽ കൃതകൃത്യത എന്ന് ഉണ്ടാകുന്നത്. അത് വരാത്തിടത്തോളം കാലം എത്ര കാലം കർമ്മം ചെയ്താലും വേണ്ടത്ര തൃപ്തി ഉണ്ടാവുന്നില്ല എന്നുള്ളതോട് പറഞ്ഞു. ഈ തത്വത്തെ വൈരാഗ്യത്തോടു കൂടിയ ഭക്തി കൊണ്ട് മാത്രമേ ആത്മസ്വരൂപത്തിൽ അറിയാൻ സാധിക്കൂ എന്നും സൂചിപ്പിച്ചു. താൻ ആരാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ വൈരാഗ്യത്തോടു കൂടിയതായിട്ടുള്ള ഭക്തി നമുക്കുണ്ടാകേണ്ടതാണ്. ഈ ഭക്തി എന്ന് പറയുന്ന സമയത്ത് ഭക്തിയുടെ സ്വരൂപം എന്താണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. ഈ ജ്ഞാനം, വൈരാഗ്യം, ഭക്തി 3 ഘടകങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞുവല്ലോ. ജീവിതത്തിൽ ജ്ഞാനമുണ്ടാകണം, വൈരാഗ്യമുണ്ടാകണം, ഭക്തി ഉണ്ടാകണം. ഇവയിൽ ആദ്യം ഉണ്ടാകേണ്ടത് ഭക്തിയാണ് എന്നാണ് പറയുന്നത്. കാരണം ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ ജ്ഞാനവും വൈരാഗ്യവുമൊക്കെ താനെ വന്നുകൊള്ളും. അതിനാദ്യം ഭക്തിയാണ് ഉണ്ടാകേണ്ടത്. ഭക്തി ഇല്ലാത്തിടത്തോളം കാലം ജ്ഞാനം എന്നുള്ളത് ശുഷ്കമായി തീരും, വൈരാഗ്യം എന്നുള്ളത് പ്രകടനം മാത്രമായി തീരും. ഭക്തിയുടെ ആർദ്രത ഉണ്ടാകുമ്പോഴാണ് ജ്ഞാനവൈരാഗ്യങ്ങളെല്ലാം പുഷ്ടരായി തീരുന്നത്. കഥയിലും നമ്മൾ മാഹാത്മ്യത്തിൻ്റെ കഥയിലും പറഞ്ഞുവല്ലോ, ഭക്തിയുടെ സന്താനങ്ങളാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ. അപ്പോൾ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനവൈരാഗ്യങ്ങൾ ആവിർഭവിക്കൂ, ശക്തരായി തീരൂ, അത് പ്രകടമായി തീരൂ. ഭക്തി ഇല്ലാത്തിടത്തോളം കാലം അമ്മയില്ലാതെ എന്താണെങ്കിലും മക്കളുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഭക്തി ഇല്ലാതെ ജ്ഞാനവൈരാഗ്യങ്ങൾ ഒരിക്കലും സാധ്യമല്ല. അതെത്ര പറഞ്ഞു കഴിഞ്ഞാലും ശരി. അതുകൊണ്ടാണ് ഇവിടെ ജ്ഞാനം, വൈരാഗ്യം, ഭക്തി ഇവയിൽ ആദ്യം ഉണ്ടാകേണ്ടത് ഭക്തിയാണ് എന്ന് പറയുന്നത്. ഇനി ഭക്തി ഉണ്ടാവാൻ എന്ത് ചെയ്യണം? ഏകാഗ്ര മനസ്സോടുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടുകൂടി, ശ്രദ്ധയോടുകൂടിയിട്ട് ഭഗവാന്റെ മഹിമകളെ കീർത്തിക്കുക. കുറച്ച് സമയമെങ്കിലും ഈശ്വര നാമജപത്തിന് അല്ലെങ്കിൽ ഭഗവാന്റെ കീർത്തനങ്ങളെയൊക്കെ കീർത്തിക്കുക. അതുപോലെ തന്നെ ഭഗവാന്റെ മഹിമകളെ കേൾക്കുക. അപ്പോൾ ഏകാഗ്ര മനസ്സോടു കൂടിയിട്ട് ഭഗവാന്റെ മഹിമകളെ കേൾക്കുക, കീർത്തിക്കുക. കുറച്ച് സമയമെങ്കിലും ഈശ്വര പൂജ ചെയ്യുക, ഭഗവാനെ പൂജിക്കുക. കുറച്ചു നേരമെങ്കിലും ആ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക. തുടങ്ങിയിട്ടുള്ള അനുഷ്ഠാനങ്ങളെ കൊണ്ട് ക്രമേണ ഭക്തി ഉണ്ടാവും. ഈ ഭക്തി ഉണ്ടാവുക എന്നുള്ളത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, ക്രമേണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാലോ മനസ്സിലെ കർമ്മവാസനകളൊക്കെ ക്രമേണ നശിക്കും. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ, അഴുക്കായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ പലപ്പോഴും ചെയ്യാറുള്ളത് ഒരു ബക്കറ്റിൽ വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ട് നമ്മളതിൽ കുതിർത്ത് വയ്ക്കും. അപ്പോൾ ആ സോപ്പ് പൊടിയുടെ ശക്തി കൊണ്ട് ഈ വസ്ത്രങ്ങളിലുള്ള അഴുക്കൊക്കെ ക്രമേണ അതിൽ നിന്ന് വിട്ടുപോരും. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. കുറച്ച് നേരം സോപ്പ് പൊടിയിലൊക്കെ സർഫിലൊക്കെ ഇട്ട് വെച്ച് കഴുകിക്കഴിഞ്ഞാൽ അഴുക്ക് പോകാൻ എളുപ്പമായി തീരും. ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാകുന്ന സമയത്ത്. എപ്രകാരമാണോ ഈ സോപ്പ് പൊടി അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിറ്റർജൻറ്റ് അഴുക്കുകളെ, വസ്ത്രത്തിലൊക്കെ പറ്റിപ്പിടിച്ചിട്ടുള്ള അഴുക്കുകളെ അനായാസം ഇളക്കി കളയുന്നത്, ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള മനോമാലിന്യങ്ങളെ, ദുർവാസനകളെ, ദുഷ്ചിന്തകളെ ഈ ഭക്തി എന്നുള്ളത് ക്രമേണ ആ മനസ്സിൽ നിന്ന് ഇളക്കി മാറ്റി മനസ്സ് ശുദ്ധമാക്കി തീർക്കും. മനസ്സ് ശുദ്ധമാക്കി തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നല്ലതായിട്ടുള്ള ചിന്തകൾ പലപ്പോഴും ഈ ഭക്തിയുടെ കാര്യവും നമ്മുടെ ഈ മനസ്സിൻ്റെ ശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ കാലത്തും നമ്മുടെ ഈ ഭാഗവതാദി ശാസ്ത്രങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്ന് പറയാൻ അതാണ് കാരണം. ഇന്നും നമുക്ക് സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അല്ലെങ്കിൽ ധാരാളം കാണാവുന്നതാണ്,
നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല കുടുംബത്തിലുള്ള, നല്ല ഉന്നതമായിട്ടുള്ള കുടുംബത്തിലൊക്കെ ജനിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള എത്രയോ ആളുകളും അവരുടെ ജീവിതം എന്നുള്ളത് വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുന്ന കാര്യം നമുക്ക് കാണാം. ആരാണതിന് ഉത്തരവാദി? ഈശ്വരൻ നൽകിയതായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ജീവിതത്തെ, തൻ്റെ ആയുസ്സിനെയും ആരോഗ്യത്തെയും ഒക്കെ ബുദ്ധിയില്ലാതെ മദ്യപാനത്തിനാകട്ടെ, മറ്റ് ലഹരികൾക്കാകട്ടെ, മറ്റ് ദുഷ്പ്രവൃത്തികൾക്കാകട്ടെ വിനിയോഗിച്ച് തൻ്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥത, സന്തോഷം ഇവ നശിപ്പിച്ച്, തൻ്റെ ആരോഗ്യം നശിപ്പിച്ച്, തൻ്റെ ജീവിതം, ഭാവി ഒരു ചോദ്യചിഹ്നമാക്കി തീർത്ത് അവസാനം ആരും പരിഗണിക്കാനില്ലാതെ ഏകാന്തമായി ദുഃഖിക്കുന്ന ആളുകൾ എത്രയോ പേരെ കാണാം. കൈക്കൂലി വാങ്ങിക്കുന്ന ആളുകളെ കാണാം, മദ്യപിക്കുന്നത്, മറ്റ് ലഹരികൾ ഉപയോഗിക്കുന്നത്, മറ്റനാശാസ്യമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ എത്രയോ പേരെ നാം സമൂഹത്തിൽ കാണുന്നു. ഇവരാരും വിദ്യാഭ്യാസമില്ലാത്തവരോ കഴിവില്ലാത്തവരോ സമർത്ഥരോ അല്ല ആയിട്ടുള്ള, അല്ലെങ്കിൽ സാമർഥ്യമില്ലാത്തവരോ അല്ല. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണാം. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ നഷ്ടപ്പെടുന്നത് അവരവരുടെ കുടുംബത്തിൻ്റെ സന്തോഷമാണ്, അവരവരുടെ ജീവിതത്തിലെ ആനന്ദമാണ്. വാസ്തവത്തിൽ സന്തോഷകരമായി ഈ ലോക ജീവിതം ആസ്വദിച്ചു പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത്. കിട്ടിയതായിട്ടുള്ള അല്പകാലം, ആയുസ് എത്രയാണെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടിയതായിട്ടുള്ള ഈ കുറച്ചു കാലം ഉള്ള ജീവിതം അവരവരുടെ കുടുംബത്തോടുകൂടി, സുഹൃത്തുക്കളോടുകൂടി വളരെ സന്തോഷമായി, തൃപ്തിയോടുകൂടി ആസ്വദിച്ച് മനോഹരമായി ഈ ലോക ജീവിതത്തെ കണ്ട് ആസ്വദിച്ച് ഇവിടുന്ന് പോകുന്നതിന് പകരം ഉള്ള ജീവിതം അസൂയ, ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, പക, ഈ വക കാര്യങ്ങളിൽ മുഴുകി പരസ്പരം തമ്മിൽ തല്ലി, മദ്യപിച്ച്, ലഹരിയിൽപ്പെട്ട് സ്വന്തം കുടുംബത്തിൻ്റെ സന്തോഷം നശിപ്പിച്ച് ഒക്കെ നശിക്കുന്നതായിട്ടുള്ള എത്രയോ ആളുകളെ നമുക്ക് കാണാം. ഇതിന് കാരണം എന്താണ്? അവരവരുടെ മനസ്സിൻ്റെ കുഴപ്പമാണ്. കാരണം ഒരാൾ നല്ല പ്രവൃത്തി ചെയ്യുന്നതും മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നതും അയാളുടെ മനസ്സിലത് ശരിയെന്ന് തോന്നിയിട്ടാണ്. മനസ്സിൽ തോന്നിയിട്ടാണല്ലോ ഓരോരുത്തരും പ്രവൃത്തി ചെയ്യുന്നത്. അപ്പം മനസ്സിൻ്റെ ശുദ്ധിയും അശുദ്ധിയും വളരെ പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാർ, ആചാര്യന്മാർ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത് മനുഷ്യ മനസ്സുകളെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ, ഭാഗവതത്തിലും പറയും, അതുപോലെ തന്നെ ഉപനിഷത്തുകളിലും ഒക്കെ പറയുന്നതാണ് മനസ്സിൻ്റെതായിട്ടുള്ളൊരു കാര്യം. ഹേ മനുഷ്യ, മനസ്സാണ് നിൻ്റെ ദുഃഖത്തിനും സുഖത്തിനും കാരണമായിരിക്കുന്നത്. മനസ്സാണ് നിന്നെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്നതും തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നതും. അതുകൊണ്ട് ഈ മനസ്സിനെയാണ് നീ നിയന്ത്രിക്കേണ്ടത്, മനസ്സിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം മനസ്സ് നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് തെറ്റായ വഴിയിൽ നിന്ന് നല്ല വഴിയിലേക്ക് കൊണ്ടുപോരാൻ സാധിക്കും. ഉപനിഷത്തിലൊക്കെ ഒരു തേരിൻ്റെതായിട്ടുള്ള കഥ പറയും. കഠോപനിഷത്തിലും അതുപോലെ തന്നെ ഭഗവത്ഗീതയിലും ഒക്കെ പറയുന്നതായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് രൂപകം കൽപ്പന എന്ന് പറയും. അതായത് ഒരു യാത്രക്കാരൻ ഒരു രഥത്തിൽ യാത്ര ചെയ്യുന്നു. ആ രഥത്തിൽ യാത്ര ചെയ്യാണ്. പണ്ട് കാലത്ത് രഥമായിരുന്നതുകൊണ്ട് രഥത്തിൻ്റെ ദൃഷ്ടാന്തം എടുത്തു എന്ന് മാത്രം. ഇന്നാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും കാറോ മറ്റതൊക്കെ ദൃഷ്ടാന്തമായിട്ട് പറയാം. അന്ന് രഥമായിരുന്നതുകൊണ്ട് രഥത്തിൻ്റെ ദൃഷ്ടാന്തം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഒരു രഥത്തിൽ ഒരു ധനികനായിട്ടുള്ള ഒരാൾ യാത്ര ചെയ്യുന്നു, ഒരു കച്ചവടക്കാരനായിട്ടുള്ള ഒരാൾ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധാരാളം ധനമുണ്ട്. ഇനിയും ആ സമ്പത്ത് വർദ്ധിപ്പിക്കാനും മറ്റുമൊക്കെയുള്ള കച്ചവട ഉദ്ദേശത്തോടു കൂടിയിട്ട് യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ആ തേര് പോകുന്ന സമയത്ത് 2 യാത്രക്കാരുണ്ട്, 2 തേരിൽ പോകുന്നുണ്ട്. അതിലൊരാളുടെ ഒരാൾ പിശുക്കനാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ സമ്പത്ത് ഉണ്ടെങ്കിൽ കൂടി തനിക്ക് നല്ല സാമർഥ്യമുള്ള കുതിരകളെ അദ്ദേഹം വാങ്ങിച്ചില്ല. വിലക്കുറവ് കിട്ടിയപ്പോൾ ആരോഗ്യമില്ലാത്തതായിട്ടുള്ള, നല്ല പരിശീലനമില്ലാത്തതായിട്ടുള്ള കുതിരകളെയാണ് അയാൾ വാങ്ങിച്ചത്.
മാത്രമല്ല ആ കുതിരകളെ വാങ്ങിച്ചു കഴിഞ്ഞാലും അവയ്ക്ക് തേരിൽ കെട്ടി തേരിനെ വലിക്കുന്നതിന് പരിശീലനം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വെറുതെ കാശ് ചെലവഴിച്ച് അതിന് പരിശീലനം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് ആ കുതിരകൾക്ക് നല്ല പരിശീലനമൊന്നും കൊടുത്തില്ല. അതുപോലെ തന്നെ ആ തേരിനെ തെളിക്കുന്നതായിട്ടുള്ള സാരഥി സൂതൻ കുറഞ്ഞ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളെ കിട്ടുമെന്ന് വിചാരിച്ച് ഏതോ ഒരാളെ പിടിച്ച് തേര് തെളിക്കാനാക്കുകയാണ്. അയാൾക്കതിൽ നല്ല പരിചയമൊന്നുമില്ല, എക്സ്പെർട്ടല്ല എന്നർത്ഥം. അങ്ങനെയുള്ളൊരു തേരാളിയെ അദ്ദേഹം തേര് തെളിക്കാനാക്കിയിട്ട് ആ തേരിലാണ് ഒന്നാമത്തെ കച്ചവടക്കാരൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ പരിചയമില്ലാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ദീർഘദൂര യാത്രയ്ക്ക് തിരഞ്ഞെടുത്തതായിട്ടുള്ള വാഹനം, രഥം അത്ര നല്ല കണ്ടീഷനുള്ളതല്ല. പോരാത്തതിന് കുതിരകൾക്ക് വേണ്ടത്ര പരിചയമില്ല, അല്ലെങ്കിൽ അവശരാണ്. അതുപോലെ തന്നെ തേരാളിയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹവും അതിൽ നല്ല എക്സ്പെർട്ടല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും അദ്ദേഹത്തിന് ആ യാത്ര നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ വഴിയിൽ വെച്ചിട്ട് തന്നെ അപകടങ്ങൾ സംഭവിക്കാം. കാരണം മെരുക്കമില്ലാത്ത കുതിരകളെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്. കുതിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അതുപോലെ പരിചയമില്ലാത്തതായിട്ടുള്ള തേരാളിയാണെങ്കിൽ അവയെ നിയന്ത്രിക്കാനും അറിയില്ല. എക്സ്പെർട്ടല്ലാത്ത ഡ്രൈവർമാർ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് നമുക്കറിയാം. ഇതുപോലെ മിക്കവാറും അദ്ദേഹത്തിന് പാതി വഴിയിൽ തൻ്റെ ആ യാത്ര അവസാനിപ്പിക്കേണ്ടി വരും. എന്നാൽ രണ്ടാമത്തതായിട്ടുള്ള കച്ചവടക്കാരൻ അദ്ദേഹം ബുദ്ധിയുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലതായിട്ടുള്ളൊരു രഥമാണ് എടുത്തത്. ഒപ്പം തൻ്റെ കുതിരകളെ നല്ല പരിശീലനം കൊടുത്ത് അവയെ മെരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. കാശ് ചിലവായി കഴിഞ്ഞാലും താൻ യാത്ര ചെയ്യേണ്ടതാണ്, തൻ്റെ ജീവിതമാണ് ഈ വാഹനത്തിൽ കൂടെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിന് തന്നെ ദോഷം വരുമെന്നുള്ളതുകൊണ്ട് വിവേകിയായിട്ടുള്ള അദ്ദേഹം നല്ല മെരുക്കമുള്ള സാമർഥ്യമുള്ള കുതിരകളെയാണ് എടുത്തത്. ഒപ്പം നല്ല പരിചയസമ്പന്നനായിട്ടുള്ള ഒരു തേരാളിയെ, സൂതനെയും വെച്ചു. അപ്പോൾ ആ സൂതനെ വെച്ച് അദ്ദേഹം തേരിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹവും യാത്ര ചെയ്യുന്നു. ഈ രണ്ടുപേരുടെയും യാത്രയ്ക്കുള്ള വ്യത്യാസം വളരെ മനോഹരമായിട്ട് ഉപനിഷത്തുകളിൽ പറയുന്നതാണ്. ഒന്നാമത്തെ ആളുടെ യാത്ര, അതായത് പരിചയമില്ലാത്ത തേരാളി ഇരിക്കുന്നതായിട്ടുള്ള ആ തേരിലുള്ള ഒന്നാമത്തെ കച്ചവടക്കാരൻ്റെ യാത്ര ലക്ഷ്യത്തിലെത്താൻ പ്രയാസമാണ്. ഇനി ലക്ഷ്യത്തിലെത്തുകയാണെങ്കിൽ കൂടി ഓരോ നിമിഷവും ഭയപ്പെട്ടുകൊണ്ടായിരിക്കും അദ്ദേഹം ആ വണ്ടിയിൽ യാത്ര ചെയ്യുക. പരിചയമില്ലാത്ത ഡ്രൈവർമാർ വണ്ടി ഓടിക്കുമ്പോൾ അതിലിരിക്കുന്ന അവസ്ഥ നമുക്കൊക്കെ ഊഹിക്കാവുന്നതാണ്. എപ്പോഴാണ് അപകടം ഉണ്ടാവുക എന്ന് വിചാരിച്ച് മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. പ്രാർത്ഥിക്കും, എങ്ങനെയെങ്കിലും കൃത്യമായിട്ട് അവിടെ എത്തിയാൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയായിരിക്കും. എന്നാൽ അതേസമയം നല്ല എക്സ്പേർട്ടായിട്ടുള്ള, നമുക്ക് നല്ല വിശ്വാസമുള്ള ഒരു ഡ്രൈവറാണ് എന്നുണ്ടെങ്കിലോ, പരിചയസമ്പന്നനായിട്ടുള്ള ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ യാത്രയെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം ആ ഡ്രൈവറുടെ കഴിവിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മുടെ വാഹനം എന്നുള്ളത് നല്ല കണ്ടീഷനുള്ളതാണ് എങ്കിൽ നമുക്ക് വഴിയിലുള്ള യാത്രകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളങ്ങനെയൊക്കെ പോകാറുള്ളതാണല്ലോ. അപ്പോൾ വഴിയിലുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ അഗാധമായിട്ടുള്ള കൊക്കയുണ്ടെങ്കിൽ ആ കൊക്കയിലേക്കൊക്കെ നമ്മൾ നോക്കി ആശ്ചര്യപ്പെടാറുണ്ട്. എത്ര താഴ്ചയാണതെന്ന് പറഞ്ഞ് നമ്മൾ അത്ഭുതപ്പെടും, ആശ്ചര്യപ്പെടുന്നല്ലാതെ ഈശ്വര ഞാൻ ഈ കൊക്കയിലേക്ക് മറിഞ്ഞു വീഴുമോ എന്ന് നമ്മൾ ഭയപ്പെടാറില്ല. കാരണം നമ്മുടെ ഡ്രൈവറിലെ നമുക്ക് പൂർണ്ണ വിശ്വാസമാണ്. അങ്ങനെ വഴിയിലെ യാത്രകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഒരു യാത്രക്കാരൻ ലക്ഷ്യത്തിൽ എത്താൻ സാധ്യത കുറവാണ്. ഇനി ലക്ഷ്യത്തിൽ എത്തുകയാണെങ്കിലും ഒരു സമാധാനവുമില്ലാതെ ഓരോ നിമിഷവും ഭയപ്പെട്ട് പതറി തൻ്റെ ലക്ഷ്യത്തിലെത്തുന്നു. മറ്റേ ആളാണെന്നുണ്ടെങ്കിലോ അയാൾ തൻ്റെ ആ യാത്ര ആസ്വദിച്ച് യാതൊരാപത്തുമില്ലാതെ അദ്ദേഹം തൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. ഇങ്ങനെയുള്ളൊരു രൂപക കഥ ഉപനിഷത്തുകളിലും മറ്റുമൊക്കെ കാണിക്കുന്നുണ്ട്. ഈ കഥ കാണിക്കുന്നത് മറ്റൊന്നുമല്ല, വിവേകിയും അവിവേകിയുമായിട്ടുള്ള രണ്ട് മനുഷ്യനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ തേരാളിയും കുതിരകളുമൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കഠോപനിഷത്തിൽ പറയും, ഇന്ദ്രിയാണി ഹയാനാഹുർ വിഷയാന്തേഷു ഗോചരാൻ എന്ന് പറഞ്ഞിട്ട് പറയും. ഇവിടെ കുതിരകൾ എന്ന് പറയുന്നത്
ഇന്ദ്രിയങ്ങളെയാണ്. നമുക്കൊക്കെ കുതിരകളുണ്ട്. മെരുക്കമില്ലാത്ത കുതിരകളാണ് ഒന്നാമത്തെ ആളുടെ തേരിലുള്ളത്. ശരീരമാണ് രഥം എന്ന് പറയുന്നത്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവത്തു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച്ച. ഇന്ദ്രിയാണി ഹയാനാഹുഹു എന്ന് പറഞ്ഞിട്ട് ഉപനിഷത്തിൽ പറയും. അതുപോലെ ഗീതയിലും പറയുന്നൊരു കാര്യമാണത്. യാത്രക്കാരെന്ന് പറയുന്നത് ഈ ശരീരത്തിലുള്ള ജീവനെയാണ്. ജീവൻ തൻ്റെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവൻ എങ്ങനെയാണോ കച്ചവടക്കാരൻ ലാഭമുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, ഇതുപോലെ ജീവനും തൻ്റെ ജീവിത ലാഭത്തിന് വേണ്ടി, ജീവിത ലക്ഷ്യത്തിന് വേണ്ടി, ജീവിതം പരമമായിട്ടുള്ള ലാഭം നേടുന്നതായിട്ടുള്ള കാര്യം, ഈശ്വരപ്രാപ്തി എന്നുള്ളതായ തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്, കൊണ്ടുപോവുകയാണ്. ഈ യാത്രയിൽ കിട്ടിയ രഥം എന്നുള്ളത് ശരീരമാണ്. ശരീരം രഥമേവത്തു. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജീവൻ തൻ്റെ ജീവിതയാത്ര നിർവഹിക്കുന്നു. ആ ജീവിതയാത്രയിൽ ഈ രഥത്തിൻ്റെ കുതിരകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. വിവേകിയായിട്ടുള്ള ആളുകളുടെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണം വിധേയമായിട്ടിരിക്കുന്ന സമയത്ത്, വിവേകമില്ലാത്ത ആളുകളുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നിയന്ത്രണാതീതമായിട്ടാണ്. അതാണ് മെരുക്കമില്ലാത്ത കുതിരകൾ. നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും ചപലങ്ങളായിട്ടിരിക്കുന്ന ഒരാളെ ആണ് അവിടെ പറയുന്നത്. എന്നാൽ വിവേകിയായിട്ടുള്ള ഒരാൾ തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, ഇന്ദ്രിയങ്ങൾക്ക് കാണണം, കേൾക്കണം തുടങ്ങിയിട്ടുള്ള തോന്നലുകൾ ഉണ്ടാകുമ്പോഴും അത് തനിക്ക് ആവശ്യമുള്ളതാണോ, വേണ്ടതാണോ, അത് മേലിൽ തനിക്ക് സുഖം നൽകുന്നതാണോ. ഉദാഹരണത്തിന് കൂട്ടുകാരൊക്കെ കൂടി മദ്യപിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പറയുന്ന സമയത്ത് ഈ മദ്യത്തിൻ്റെയോ മറ്റ് ലഹരിയുടെയോ പിന്നാലെ പോയി കഴിഞ്ഞാൽ നാളെ തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ മാതാപിതാക്കൾക്കും തൻ്റെ ഭാര്യ മക്കൾക്ക് ഇവർക്കൊക്കെ ഇതുകൊണ്ട് ഗുണമാണോ ഉണ്ടാവുക, ദോഷമാണോ ഉണ്ടാവുക? ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് തൻ്റെ ആരോഗ്യത്തിന് ഗുണമാണോ ഉണ്ടാവുക? തൻ്റെ ജോലിയിൽ അത് തനിക്ക് ഉന്നതിയാണോ നൽകുക, അല്ലെങ്കിൽ ജോലിയെ ബാധിച്ച് തനിക്ക് ദുഃഖമാണോ നൽകുക? ഇത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? ഇതിനാണ് വിവേകം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇന്ദ്രിയങ്ങളുടെ അമിതമായിട്ടുള്ള ചോദനകൾക്ക് വശംവദരാകാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് രണ്ടാമത്തെ ആളുടെ കാര്യം പറഞ്ഞത്. ഇനി തേരാളിയാണ് ബുദ്ധി. ബുദ്ധിം തു സാരഥിം വിദ്ധി. ഈ വിവേകബുദ്ധിയും വിവേകമില്ലാത്ത ബുദ്ധിയും, ഇതാണ് രണ്ട് തേരാളികളെക്കുറിച്ച് പറഞ്ഞത്. ജീവിതത്തെ ഒരു കാഴ്ചപ്പാടോടുകൂടി കണ്ട് വീണ്ടും വിചാരത്തോടുകൂടി നോക്കുന്നതായിട്ടുള്ള ബുദ്ധി. കാരണം ബുദ്ധിയാണല്ലോ നമുക്ക് ചിന്തിക്കാനുള്ളതായിട്ടുള്ള ഉപകരണം. അപ്പോൾ പ്രശിക്ഷണമുള്ളതായിട്ടുള്ള തേരാളി എന്ന് പറയുന്നത് വീണ്ടും വിചാരമുള്ള ബുദ്ധിയും, പ്രശിക്ഷണമില്ലാത്ത തേരാളി, പരിചയസമ്പന്നനല്ലാത്ത തേരാളി എന്ന് പറയുന്നത് വീണ്ടും വിചാരമില്ലാത്ത ബുദ്ധിയും. ഇതൊക്കെ നമ്മുടെ ജീവിതവുമായിട്ട് വളരെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ആ ഉദാഹരണത്തെ ഇവിടെ എടുത്തു പറയുന്നത്. അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ ആരംഭം തന്നെ ഈ വക കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളോട് നിർദ്ദേശിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. മനസ്സ് കടിഞ്ഞാണാണ്. ഈ മനസ്സിനെ ഉപയോഗിച്ചിട്ടാണ് ബുദ്ധി നിയന്ത്രിക്കുന്നത്. അപ്പോൾ വീണ്ടും വിചാരമുള്ളതായിട്ടുള്ള ബുദ്ധി ഈ മനസ്സിനെ വേണ്ടതിൽ നിന്നും വേണ്ടാത്തതിൽ നിന്നും അതിനെ നോക്കി അതിലേക്ക് മനസ്സിനെ പ്രവർത്തിപ്പിക്കുക. അങ്ങനെയാണല്ലോ കുതിര പോകുന്ന സമയത്ത് കുതിരകളെ നിയന്ത്രിക്കുന്നത് തേരാളി അല്ലെങ്കിൽ സാരഥി കടിഞ്ഞാൺ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള കടിഞ്ഞാണാണ് മനസ്സ്. ആ മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കേണ്ടതാണ്. ഇത് തനിക്ക് ശരിയാവില്ല, ഈ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ജീവിതയാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ നാളെ അത് തനിക്ക് ദുഃഖമായി തീരാം, അതുകൊണ്ട് ആ വഴിക്ക് തിരിയരുത് എന്ന് പറഞ്ഞ് എങ്ങനെയാണോ വഴിയിൽ പല വേരിയേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ആ കുതിരകളെ ആ ദുർമാർഗത്തിൽ നിന്നും തിരിച്ച് നല്ല വഴിയിലേക്ക് കൊണ്ടുപോകുന്നത്, ഇതുപോലെ പരിചയസമ്പന്നനായിട്ടുള്ള അല്ലെങ്കിൽ വിവേകത്തോടു കൂടിയതായിട്ടുള്ള ബുദ്ധി മനസ്സിനെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെ നേർവഴിയിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ ജീവിതം ആസ്വാദ്യകരമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതിനാണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ എന്നുള്ളത് ഇവിടെ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളോടുകൂടി വിവേകത്തോടു കൂടിയിട്ടുള്ള ബുദ്ധി നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ജീവിതയാത്ര നമുക്ക് വളരെ ആസ്വാദ്യകരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും.
എത്രയോ ആളുകൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് തടസ്സം ആരും ഇവിടെ നിൽക്കുന്നില്ല. നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയോ ആവട്ടെ, ആ വരുമാനത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിലുള്ള ആളുകളുമായി സന്തോഷത്തോടെ സംസാരിച്ച് ഉള്ളതിനനുസരിച്ച് നമുക്ക് ഉള്ള വീട്ടിൽ സന്തോഷമായി തൻ്റെ ജോലിയും ചെയ്ത് വളരെ സുഖമായിട്ട് ജീവിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. എന്നാൽ എത്രയോ സമ്പത്തുണ്ടായിട്ടും യാതൊരു സ്വസ്ഥതയുമില്ലാതെ കഴിയുന്ന ആളുകളെയും കാണാം. അപ്പോൾ സമ്പത്തിൻ്റെ ഒരു മാനദണ്ഡം, സമ്പത്ത് നമുക്ക് അനിവാര്യമാണെങ്കിലും സമ്പത്ത് ധാരാളം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് സന്തോഷമായി ജീവിച്ചു കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമ്മുടെ മനസ്സിൻ്റെ നിലയാണ്. മനസ്സിൽ നമുക്ക് നമ്മുടെ ബുദ്ധി, മനസ്സ് ഇവയെ നമുക്ക് എങ്ങനെ പരുവപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായിട്ട് ജീവിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്നുള്ളത് കൊണ്ടാണ് ഈ രൂപകം ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും അതിനെ എടുത്തു പറഞ്ഞത് എന്ന് മാത്രമാണ്. അപ്പം നമ്മുടെ മനസ്സിലുള്ള ഈ സദ്വാസനകളും ദുർവാസനകളും അല്ലെങ്കിൽ ഈ കർമ്മവാസനകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മനസ്സിലുള്ളതായിട്ടുള്ള ദുർവാസനകൾ ഉണ്ടെങ്കിൽ, ദുഷ്ചിന്തകൾ ഉണ്ടെങ്കിൽ, ദുഷിച്ച കർമ്മവാസനകളാണെങ്കിൽ അത് നമ്മുടെ ജീവിതം ദുഃഖമാക്കി തീർക്കും. അതുകൊണ്ട് ജീവിതം നന്നാവണോ, മനസ്സിൽ നല്ല കർമ്മവാസനകളെ നമ്മൾ സഞ്ചയിക്കേണ്ടതാണ്, നല്ല ശീലങ്ങളെ നമ്മൾ സമ്പാദിക്കേണ്ടതാണ്. ഈ നല്ല ശീലങ്ങളെ കൊണ്ടുവരാൻ പ്രയത്നം ആവശ്യമാണ്. ആ പ്രയത്നത്തിന് വേണ്ടിയാണ് ഭക്തി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഭക്തി ഉണ്ടാകുമ്പോൾ ക്രമേണ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു. അതുപോലെ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സത്സംഗങ്ങൾ വല്ലപ്പോഴുമെങ്കിലുമൊക്കെ കേൾക്കാനിടയാകുന്നു. നല്ല ആളുകളുമായിട്ട് നമുക്കറിയാം, ഈ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്തെങ്കിലും നമ്മുടെ മനസ്സിൽ നല്ല ചിന്തയുണ്ടാവും. അല്ലാത്തവരുണ്ടാകാം. ഇപ്പം ക്ഷേത്രത്തിൽ തന്നെ മാല പൊട്ടിക്കാൻ പോകുന്നതും പേഴ്സ് കൊണ്ടുവരാനും ഒക്കെ വേണ്ടി പോകുന്ന ആളുകൾ ഉണ്ടാവാം. എങ്കിലും സാമാന്യമായി നമ്മളൊരു സാധാരണ വ്യക്തിയുടെ കാര്യം പറയുന്ന സമയത്ത് ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്തെങ്കിലും നമ്മുടെ മനസ്സിൽ മറ്റ് വേണ്ടാത്ത ചിന്തകളൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് ഒരു ഈശ്വരഭക്തി. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ ആരോടെങ്കിലും കണ്ടു കഴിഞ്ഞാലും നല്ല വർത്തമാനങ്ങൾ മാത്രമേ പറയൂ. ഈ അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും സത്സംഗങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയമില്ലെങ്കിലും ചിലപ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും ഇരിക്കും. ആ 5 മിനിറ്റിലെങ്കിലും എന്തെങ്കിലും 1 2 നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറും. ഇങ്ങനെയാണല്ലോ ഓരോരുത്തരും ക്രമേണ നല്ല കാര്യങ്ങൾ ശീലിക്കുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് ആരും നന്നായി വരാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭക്തി ഉണ്ടാകുമ്പോൾ ക്രമേണ ഈ മനസ്സിലുള്ള ദുഷിച്ചതായിട്ടുള്ള ചീത്ത കർമ്മവാസനകളൊക്കെ വിട്ടുമാറും എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഘടകവുമാണ്. ഭക്തി വളരാൻ സഹായകമായിട്ടുള്ള ഭഗവത് കഥകളിലൊക്കെ ആർക്കാ താല്പര്യം തോന്നാതിരിക്കുക എന്ന് പറയുകയാണ്. ഇപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഭഗവാന്റെ കഥകൾ, ഇപ്പോൾ ദശമസ്കന്ധം ഇനി വരുന്നുണ്ട്, അവിടെ ഭഗവാന്റെ ബാലലീലകളും മറ്റുമൊക്കെ പറയുന്ന സമയത്ത് ആർക്കാ അത് കേൾക്കാൻ തോന്നാതിരിക്കുക? അപ്പോൾ അങ്ങനെയുള്ള ഭഗവത് കഥകളൊക്കെ കേൾക്കാൻ ഏതൊരാൾക്കും താല്പര്യം തോന്നാറുണ്ട് സാധാരണ. അത് ഭക്തി വളരാൻ സഹായകമായിട്ടുള്ളതാണ്. ഒപ്പം തീർത്ഥസ്നാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭക്തി വളരാൻ സഹായകമായിട്ടുള്ളൊരു കാര്യമാണ് മഹാത്മാക്കളെ സേവിക്കുക. അപ്പോൾ മഹാത്മാക്കളെയൊക്കെ സേവിച്ചു കഴിഞ്ഞാൽ ഭഗവത് കഥകളിൽ ശ്രദ്ധയുണ്ടാവും. തീർത്ഥസ്നാനം കൊണ്ട് പുണ്യം വളരുമ്പോൾ മഹാത്മാക്കളെ കാണാനും സാധിക്കും. ഈ മഹാത്മാക്കളെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് പ്രയാസമേറിയിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ പുണ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ മഹാത്മാക്കളെ, ആചാര്യന്മാരെ, ഗുരുക്കന്മാരെയൊക്കെ കാണാനും, കണ്ടു കഴിഞ്ഞാലും, കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാലും അവരിൽ നമുക്ക് ആ ഒരു മഹത്വബുദ്ധി തോന്നുക എന്നുള്ളത് പുണ്യമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അല്ലാത്തിടത്തോളം കാലം അവരിലുള്ള ദോഷങ്ങളെ കാണാനാണ് പലപ്പോഴും നമുക്ക് സാധിക്കുക. അത് ആരുടെയും കുഴപ്പമല്ല, കാരണം നമ്മുടെ മനസ്സിൻ്റെതായിട്ടുള്ള കുഴപ്പമാണ്. ആ മനസ്സ് ശുദ്ധമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഹാത്മാക്കളെ കാണാനും അവരുടെ ആ പൂജ്യഭാവം ഉണ്ടാകാനും അവരിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ അറിയാനും സത്സംഗത്തെ ശ്രവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ആ പുണ്യം കുറവാണെന്നുണ്ടെങ്കിലോ അവരെ എത്ര വലിയ മഹാത്മാക്കളാണെങ്കിലും ശരി, ഇപ്പോൾ രമണ മഹർഷിയുള്ള ജീവിച്ചിരുന്ന കാലത്ത് സാക്ഷാൽ
മഹാദേവൻ്റെ സ്വരൂപമായിട്ടാണ് രമണ മഹർഷിയൊക്കെ പറഞ്ഞിരുന്നത്. നമുക്കറിയാമല്ലോ, ഇന്നും തിരുവണ്ണാമലയിൽ ശിവൻ്റെ സങ്കല്പമായിട്ടാണ് രമണ മഹർഷിയെ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു ആചാര്യനായിട്ടാണ് നമ്മുടെ വിവേകാനന്ദ സ്വാമിജിയുടെയൊക്കെ ഗുരുനാഥനായിട്ടുണ്ടായിരുന്നു. നമുക്കൊക്കെ വളരെ പരിചയമുള്ള ആളാണ്. ആ മഹാത്മാവിനെ ശ്രീരാമകൃഷ്ണ പരമഹംസരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ ആ കാലത്തുണ്ടായിട്ടുണ്ടാകും. മാത്രമല്ല, അന്ന് ലക്ഷക്കണക്കിന് ആളുകൾ രമണ മഹർഷിയെ, അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസരെ, നാരായണ ഗുരുദേവനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ആ കണ്ട ആളുകൾക്ക് മുഴുവൻ അദ്ദേഹത്തിൽ നിന്ന് ഉപദേശം കേൾക്കാനോ സ്വീകരിക്കാനോ അതിനനുസരിച്ച് എന്തെങ്കിലും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനോ സാധിച്ചിട്ടുണ്ടാവുമോ? എല്ലാവർക്കും ഉണ്ടാവില്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ടുള്ള, കളിയാക്കിയിട്ടുള്ള എത്രയോ ആളുകളുണ്ടാവും. അത് അവരുടെ കുഴപ്പമല്ല, മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ പുണ്യം വളരുമ്പോൾ മാത്രമേ നമുക്ക് മഹാത്മാക്കളെ കാണാനും ആ മഹത്വം ഉൾക്കൊള്ളാനും സാധിക്കൂ. അങ്ങനെ മഹാത്മാക്കളെ കണ്ട് അവരുടെ മുഖത്ത് നിന്ന് ഭഗവത് കഥകൾ ശ്രദ്ധയോടെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കും എന്നാണ് പറയുന്നത്. അതായത് സത്സംഗം, ഈ സത്സംഗമാണ് ഭക്തിയുടെ വളർച്ചയ്ക്കും പ്രകാശനത്തിനും ഒക്കെ ഏറ്റവും വലിയതായിട്ടുള്ള അടിത്തറ എന്ന് പറയുന്നു. സത്സംഗത്തിലൂടെയാണ് ഇതെല്ലാം വളരുന്നത്. അങ്ങനെ ആ ഭക്തി വളർന്ന് ആ ഭഗവത് തത്വം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലെ മാലിന്യം മുഴുവൻ ഇല്ലാതെയായിത്തീരും. ഭക്തന്മാരായിട്ടുള്ള മഹാത്മാക്കളെ ദിവസവും സേവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലോ ഭഗവാനിൽ ദൃഢമായിട്ടുള്ള ഭക്തി ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ സംസർഗം എന്നുള്ളത് വളരെ പ്രധാനമാണ്. കൂട്ടുകെട്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. സജ്ജനങ്ങളുമായിട്ടാണ് നമ്മുടെ കൂട്ടുകെട്ടെന്നുണ്ടെങ്കിൽ ഈശ്വരവിശ്വാസവും ഈശ്വരഭക്തിയും ഈശ്വരനെ ആശ്രയിക്കുന്നതും അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ദിവസവും നാമം ജപിക്കുന്നതിൻ്റെ മഹത്വം മറ്റുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ കുറേശ്ശെ പരിപാലിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈശ്വര വിശ്വാസമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ടാണ് നമ്മുടെ കൂട്ടുകെട്ട് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ക്രമേണ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം, ഇതുകൊണ്ടൊന്നും ജീവിതത്തിൽ ഒരു പ്രയോജനവും ഇല്ല, അമ്പലത്തിൽ പോയിട്ടല്ലെങ്കിൽ ഈശ്വരഭക്തി കൊണ്ട് എന്താണ് കാര്യം, ഈ മഹാത്മാക്കൾ ഇവരൊക്കെ കള്ളന്മാരാണ്, ഇങ്ങനെയുള്ളൊരു ചിന്തയായിരിക്കും നമുക്കുണ്ടാവുക. അത് ഏത് തരത്തിലുള്ള ആളുകളുമായിട്ടാണ് കൂട്ടുകൂടുന്നത്, അവരുടെ ആ ഒരു സംസർഗം മിക്കവാറും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആ മഹാത്മാക്കളായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ സജ്ജനങ്ങളുമായിട്ടാണ് നമ്മുടെ കൂട്ടുകെട്ട് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ക്രമേണ ഭഗവാനിൽ ദൃഢമായിട്ടുള്ള ഭക്തി ഉണ്ടാവും. ആ ഭക്തി ഉണ്ടാകുന്ന സമയത്തോ രജോ ഗുണവും തമോ ഗുണവും അങ്ങനെയുള്ള വാസനകളൊക്കെ നശിച്ച് മനസ്സ് വളരെ വേഗത്തിൽ സത്വഗുണം ഉള്ളതായിട്ട് തീരും, അല്ലെങ്കിൽ ശുദ്ധമായി തീരും. രജോ ഗുണവും തമോ ഗുണവും നീങ്ങിക്കഴിയുമ്പോഴോ കാമവും ലോഭവും ഒക്കെ ക്രമേണ മനസ്സിൽ നിന്ന് നീങ്ങി അത് ശുദ്ധ സത്വഭാവത്തിലേക്ക് മാറും. സത്വഗുണ പ്രധാനമായി തീരുന്ന മനസ്സിൽ അദ്വിതീയ ജ്ഞാനമെന്നും ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും പറയപ്പെടുന്ന തത്വമാണ് താൻ എന്ന അനുഭവം വരും. അതോടെ അജ്ഞാനമാകുന്ന ഹൃദയഗ്രന്ഥി പൊട്ടിത്തകരും, സകലവിധ സംശയങ്ങളും നീങ്ങും, എല്ലാവിധ കർമ്മവാസനകളും നശിക്കും. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യകർമാണേ ദൃഷ്ട ഏവാത്മനീശ്വരേ എന്ന് ആ 2-ാം അധ്യായത്തിലെ ശ്ലോകത്തിൽ പറഞ്ഞു. ഇത് മുണ്ടകോപനിഷത്തിലൊക്കെയുള്ള മന്ത്രം തന്നെ അതേപോലെ ഒന്ന് വ്യത്യാസപ്പെടുത്തി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. മനഃശുദ്ധി കൊണ്ട് മാത്രമാണ് ബ്രഹ്മതത്വമാണ് താൻ എന്ന അനുഭവജ്ഞാനം ഉണ്ടാവും. അതിനാൽ വിവേകികൾ മനഃശുദ്ധിക്ക് വേണ്ടി എപ്പോഴും ഭഗവാൻ വാസുദേവനിൽ ഭക്തിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു വിവേകികളായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നു. ഈ 2-ാം അധ്യായം വളരെ സവിശേഷമായിട്ടുള്ളതാണ്. കാരണം വിഷയപ്രതിപാദനമായതുകൊണ്ട് വളരെ പ്രൗഢഗംഭീരമായിട്ടാണ് ഭാഗവതത്തിൻ്റെ ആരംഭത്തിൽ ഈ വിഷയങ്ങളെ അവതരിപ്പിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കഥകളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഭാഗം ഇവിടെ നമുക്ക് നിർത്താം.
രണ്ടാം അധ്യായം പൂർണ്ണമായിട്ടില്ല. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം ഹരി.